ഹലോ അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൽവ ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഇത് നമ്മൾ കൂവപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ കുറഞ്ഞ ചേരുവ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ കൂവപ്പൊടി ആറാറൂട്ട് പൗഡർ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ബൗള് തേങ്ങാക്കൊത്ത്, ഒരു കപ്പോളം തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ഇതിൽ വരുമ്പോൾ നല്ല കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സ്മൂത്തിയാണല്ലോ നമ്മൾ ഇത് ആറാറൂട്ട് പൗഡർ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ തേങ്ങാക്കൊത്തും നട്ട്സ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ നട്ട്സ് ഇട്ട് കൊടുക്കണില്ല, അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ തേങ്ങാക്കൊത്തൊന്ന് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കുട്ടികളും നിങ്ങൾക്കും കഴിക്കാൻ നല്ല ഇഷ്ടമാവും കേട്ടോ. ഹൽവ ഇഷ്ടമില്ലാത്തവർ പോലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിനി ഈ പാനൊന്നും മാറ്റണമെന്നില്ല. അതിൽ കുറച്ച് നെയ്യുണ്ട് കേട്ടോ, അത് ഞാൻ മാറ്റണില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് ശർക്കര ഒന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഈ ശർക്കരയിൽ കല്ലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. കല്ലുള്ളതാണ് വെച്ചാൽ നിങ്ങൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അലിയിപ്പിച്ചെടുത്ത് അരിച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിത് അരിച്ചൊഴിച്ചു കൊടുക്കുന്നില്ല, അതിൽ കല്ലൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മൾ ആറാറൂട്ട് പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആ പൗഡർ എടുക്കുന്നുണ്ട്, നമ്മൾ കൂവപ്പൊടിയുടെ പൗഡർ. അത് ഞാനൊരു 4 ടേബിൾ സ്പൂണ് നമ്മളെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. പിന്നെ നമ്മൾ ചൂടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് അല്ല, നല്ല വ്യത്യാസം വരും കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നമ്മൾ 4 ടേബിൾ സ്പൂണ് കൂവപ്പൊടി, 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാൻ, പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുക കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ വറ്റിച്ചെടുക്കുമ്പോൾ കുറച്ച് ഗ്യാസ് കൂടുതലായി പോകും. അതുകൊണ്ട് അങ്ങനെ ഗ്യാസ് കൂടുതലാകാണ്ടിരിക്കാനാണ് നമ്മൾ കുറച്ചെടുക്കുന്നത്. ഇതിന് കുറേ നേരിട്ട് ഇളക്കൊന്നും വേണ്ട, നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിതിലൊരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര ഇവിടെ അലിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഏലക്ക പൗഡർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ കൂവപ്പൊടി ആയതുകൊണ്ട് ഏലക്ക പൗഡർ ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചെയ്യണത്. നമ്മൾ ആറാറൂട്ട് പൗഡർ കലക്കി വെച്ചത് എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ. ഫുൾ ഫ്ലെയിമിലിട്ടാൽ വേഗത്തിൽ ഇത് കട്ട കുത്തിപ്പോകും. കൂവപ്പൊടിയൊക്കെ ഉണ്ടാക്കണവർക്ക് അറിയാമല്ലോ, വേഗത്തിൽ കട്ട കുത്തിപ്പോകും, പിന്നെ വെന്തും കിട്ടൂല. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് അങ്ങനെ ഇളക്കി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ ഈ കറുത്ത കുത്തൊക്കെ കാണുന്നത് നമ്മുടെ തേങ്ങ വറുത്തെടുത്തതിൻ്റെയാണ് കേട്ടോ. ആ എണ്ണയിലല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്, അതാണ്. അപ്പോൾ അതാ നമ്മളിത് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ, അതായത് ഇതുപോലെ. അപ്പോൾ നന്നായി ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നിങ്ങൾക്ക് നെയ്യൊക്കെ ഇതിലേക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ നെയ്യൊന്നും കൂടുതൽ ചേർക്കേണ്ട വിചാരിച്ചിട്ടാണ്. നമ്മൾ ഈ ചേർത്ത നെയ്യിൻ്റെ നല്ലൊരു മണവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മളിത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി നന്നായി കുറുകി വരട്ടെ. നമ്മൾ ഈ ചട്ടകത്തിൻ്റെ ഒപ്പം തിരിയും നമ്മുടെ ഈ ഇത് കേട്ടോ, അത് വരെ ആവണം. അപ്പോൾ ഇതാ നമ്മൾ ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ കട്ട കെട്ടാണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ അധികം നോൺ സ്റ്റിക്ക് പാത്രത്തിൽ എടുക്കണമെന്ന് വെച്ചാലാണ് എണ്ണ ഇല്ലാണ്ട് നമുക്കിതുപോലെ കിട്ടുള്ളൂ. നോൺ സ്റ്റിക്ക് അല്ലാത്ത സാധാ പാത്രത്തിലാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ കണ്ടോ കയ്യിലിൻ്റെ ഒപ്പം തിരിയൽ തുടങ്ങി, ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരൽ തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം നിങ്ങൾ നട്ട്സ് ഇടുന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഏലക്ക പൗഡറിൻ്റെ ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. കൂവപ്പൊടിക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുക്കണില്ല കേട്ടോ.
അപ്പോൾ എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഈ തേങ്ങാക്കൊത്ത് എല്ലാ ഭാഗത്തും ആവുകയുള്ളൂ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഒന്നും കൂടി ഒന്ന് മുറുക്കിയെടുക്കാം. കാരണം നമ്മൾ കൂവപ്പൊടി ആകുമ്പോൾ നന്നായി മുറുക്കിയെടുക്കണം, അല്ലെങ്കിൽ നമുക്കിത് ഹലുവ പോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല, ഇങ്ങനെ കോരി കഴിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് മുറുക്കിയെടുക്കണം കേട്ടോ. ഇങ്ങനെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് ഒപ്പം ഇങ്ങനെ കറങ്ങി വരും. കണ്ടോ, ഇതുപോലെ ആയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ ഒരു കട്ട പോലെ കണ്ടോ ഈ പാനിൽ നിന്നൊക്കെ വിട്ട് നമ്മൾ കയ്യിൻ്റെ ഒപ്പം പൊന്തി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഒരു പാത്രത്തിൽ എണ്ണയ്ക്ക് ഒന്ന് തടവി വെക്കണം കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നതാണ്. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ചതുരത്തിലുള്ള പാത്രമില്ല, അപ്പോൾ ഞാൻ കുട്ടികളുടെ ചോറ്റും പാത്രം ഉണ്ട്, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ടിഫിൻ പാത്രം. അപ്പോൾ അത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ടാപ്പൊക്കെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കണ്ടോ, ഇത് കാണാൻ തന്നെ ഭംഗിയുള്ളതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. മറ്റുള്ള ഹൽവയിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിട്ടൊരു ഹൽവയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ നമ്മൾ ഇതിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം. നമ്മൾ നിറയെ തേങ്ങാക്കൊത്ത് എടുത്തുകൊണ്ട് നമുക്ക് ക്ലീനായിട്ടൊന്നും മുറിച്ചെടുക്കാൻ കിട്ടില്ല കേട്ടോ. നമ്മൾ ഇടയിലിടയിൽ തേങ്ങാക്കൊത്തല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്കിത് നല്ല അടിപൊളിയിൽ മുറിച്ചെടുക്കാൻ പറ്റും. അപ്പം ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പം ഞാനിത് 4 പീസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ സമയത്ത് തന്നെ ഇവിടെ കഴിഞ്ഞു കേട്ടോ. 4 ആളാണ് ഞങ്ങൾ, എൻ്റെ 3 മക്കളും ഞാനും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 4 പേരത് കഴിച്ചു. അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഇനിയും ഉണ്ടാക്കണം അമ്മ, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇനിയൊരു ദിവസം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ കൂവപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കഴിക്കും. കൂവപ്പൊടി വിരകി കൊടുക്കുകയാണെന്ന് വെച്ചാൽ അവർക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ അടിപൊളി ഹൽവയാണ്, വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഹൽവയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങാക്കൊത്തും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.